ഹലോ അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള പായസമാണ്. ഇപ്പോൾ സദ്യയുടെ കൂടെയും അല്ലാത്തപ്പോഴും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എടുത്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ കാണിച്ചിട്ടുള്ള അളവൊക്കെ ഏകദേശം ഒരു 6 പേർക്ക് അല്ലെങ്കിൽ ഒരു 8 പേർക്കൊക്കെ കഴിക്കാനുള്ള അളവാണ്. പിന്നെ നമ്മൾ സദ്യയുടെ കൂടെയൊക്കെ കഴിക്കുന്ന ചെറിയൊരു ഗ്ലാസ് അല്ലേ നമ്മൾ പായസമൊക്കെ വിളമ്പാറുള്ള, വലിയ ഗ്ലാസ്സൊന്നും അല്ലല്ലോ. അതുപോലെ 2 തരം പായസമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് 10 പേർക്ക് വരെ സെർവ് ചെയ്യാം കേട്ടോ, ഈ ഒരളവിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്തിട്ട് ഇതൊരു പ്രഷർ കുക്കറിൽ പാകത്തിന് വെള്ളം ചേർത്തിട്ട് പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക. നമ്മൾ സാധാരണ തൂവരപ്പരിപ്പൊക്കെ വേവിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് വെന്ത് ഉടയുന്ന പരുവത്തിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉടയുന്ന പരുവത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വെള്ളമുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നെയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ടൊരു 2-3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഈ ഒരു സമയത്തൊക്കെ വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ, നമുക്ക് അവസാനം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ഈ ഒരു പരിപ്പ് ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി ഈ സമയത്ത് നമ്മൾ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 1/2 കിലോ ശർക്കരയിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ വേണ്ടത് 1/2 കിലോ ശർക്കരയാണ്. പാകത്തിനുള്ള മധുരമാണ് 1/2 കിലോ ശർക്കര. അതിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഓൾറെഡി മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരിപ്പയിൽ അരിച്ചിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് 2ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അവസാനം തിക്കായിട്ടുള്ള 1ാം പാല് അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു സമയത്ത് 2ാം പാല് 2.5 കപ്പോളം 2ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് ഒരു 10 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് 1ാം പാലും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് മെഷർ ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു പ്രഥമൻ നല്ലോണം ലൂസായി പോകും. അപ്പോൾ പാകത്തിന് തന്നെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്, 10 മിനിറ്റോളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കേണ്ട. ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ലോണം ചൂടായിട്ട് ചെറുതായിട്ട് തിള വരാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ, ഒരുപാട് തിളപ്പിച്ചെടുക്കേണ്ട. 1ാം പാല് ചേർത്തിട്ട് അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും കുറച്ച് തിക്കായിട്ട് വരും. ഇനി ഇതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യിൽ വറുത്തതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള പരിപ്പ് പ്രഥമനാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാം പാകത്തിനായിട്ടുണ്ട്. മധുരമൊക്കെ നല്ല പാകമാണ്. അപ്പോൾ പാകത്തിനുള്ള അളവാണ് കേട്ടോ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് സേമിയ വെച്ചിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓൾമോസ്റ്റ് 1.5 കപ്പോളം സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 150 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇത് ചേർത്തിട്ട് ആദ്യം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഓൾമോസ്റ്റ് ഒരു 3 കപ്പോളം പാല് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെന്ത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കിയിട്ട് ബാക്കി പാലും ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും എന്ന രീതിയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 കപ്പോളം
പാല് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ സേമിയൊക്കെ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത പാലൊക്കെ ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ തിക്കായി വരുമ്പോൾ. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഓൾമോസ്റ്റ് 1 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ 1 കപ്പ് നിറച്ച് പഞ്ചസാര പാകത്തിനാകും, അല്ലെങ്കിൽ ഒരു ഇച്ചിരി കുറക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, ഒരു 1/4 ടിന്ന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പറഞ്ഞൊരു ടേസ്റ്റാണ്. ഇനി ഇതിലോട്ട് വീണ്ടും 2 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടാറി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇത് കുറച്ചും കൂടെ തിക്കാകും. അപ്പോൾ നിങ്ങൾക്ക് മധുരമൊക്കെ കുറവാണെങ്കിൽ, മധുരം കുറവുള്ളവർ പഞ്ചസാരയുടെ അളവ് കുറക്കാം കേട്ടോ. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അതുപോലെ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സേമിയ പായസമാണ്. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് അവിൽ വെച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് 1 കപ്പ് അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അവിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. തിന്നായിട്ടുള്ള അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, വെള്ള അവിൽ. പിന്നെ അതുപോലെ ആദ്യം തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സെയിം പാത്രത്തിൽ തന്നെ അവിലും കൂടെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലാണ്, 2 പാക്കറ്റ് പാലാണ് ഈ ഒരളവിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു പാലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലോണം തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുന്നത്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടിന്നോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/4 ടിന്ന് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് മധുരം നോക്കിയിട്ട് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് 1/2 ടിന്ന് ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാര 1/4 കപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള മധുരമാണ്. പിന്നെ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറക്കുന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കിസ്മിസും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ഇത്രയും ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു അവിൽ പായസം. അതുപോലെ അവിലൊക്കെ നമ്മൾ വറുത്തിട്ടൊക്കെ അല്ലേ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു അവിലിൻ്റെ ടേസ്റ്റും, പിന്നെ ഇത് ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അവിലാകുമ്പോൾ പെട്ടെന്ന് വെന്തോളും. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു അവിൽ പായസം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കാകും, കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അവിൽ പായസമാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് റൈസ് വെച്ചിട്ടുള്ളൊരു പായസമാണ്, റൈസ് കീർ. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അരിയാണ്. അപ്പോൾ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുതിർത്ത് വെച്ചിട്ടില്ല, വേണമെങ്കിൽ കുതിർത്ത് വെക്കാം കേട്ടോ കുറച്ച് നേരം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി വേവിച്ചെടുക്കണം. വെന്ത് ഒന്ന് ഉടയുന്ന പരുവം വരെ വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കുക. 1 വിസിൽ വന്ന ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ
പാകത്തിന് തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഉടച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് വേണം ഇതിലോട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. 1 പാക്കറ്റ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ലിറ്ററിൻ്റെ 1 പാക്കറ്റ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാകത്തിനുള്ള അളവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് പാൽക്കോവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോവയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഈ ഒരു റൈസ് കീറിന്. അപ്പോൾ ഞാൻ 150 ഗ്രാം കോവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഡെയിലി പാല് തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു പാടയുണ്ടല്ലോ, അതൊന്ന് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരുപാടാകുമ്പോൾ നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 ടീന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതുപോലെ പാൽക്കോവ ചേർക്കുന്നില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർത്തിട്ട് അങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ചെറുതായിട്ട് തള വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത പാൽക്കോവയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾ സാഫ്രോൺ കയ്യിലുണ്ടെങ്കിൽ സാഫ്രോൺ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ അളവ് വേണമെങ്കിലും കൂട്ടാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരം കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം റൈസ് വേവിക്കുമ്പോൾ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. പിന്നെ അടിക്ക് പിടിക്കാതെ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ ഒരിച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ പഞ്ചസാരയൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇതൊന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് അണ്ടിപ്പരിപ്പും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ല പാകത്തിനുള്ള റൈസ് കീർ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് അമ്പലപ്പുഴ പാൽപ്പായസമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പുഴുക്കലരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുതിർത്ത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുള്ള അരിയാണ്. പക്ഷേ 1 മണിക്കൂർ മാത്രം കുതിർത്തെടുത്താൽ മതി, കൂടുതൽ കുതിർത്തെടുക്കരുത് കേട്ടോ. കൂടുതൽ കുതിർത്തെടുക്കുമ്പോൾ കൂടുതൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. ഒരു റൈസ് ഒരു 2-3 പീസ് എന്ന രീതിയിൽ അത്രയും ക്രഷ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ ഒരുപാട് പൊടിച്ചെടുക്കുന്നതല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ മാത്രം കുതിർത്തെടുക്കുക. അതുപോലെ വെള്ളം നല്ലോണം വാർന്നെടുത്തിട്ട് വേണം ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരു റൈസ് 2-3 എന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നെയ്ച്ചോറിൻ്റെ അരി വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു റൈസ് വെച്ചിട്ട് തന്നെയാണ് സാധാരണ ചെയ്യാറുള്ളത് അമ്പലപ്പുഴ പാൽപ്പായസം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇനി നമുക്കൊരു കുക്കറിലോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിങ്ക് കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാരമൽ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പഞ്ചസാര ഒന്ന് നന്നായി ചൂടാക്കിയിട്ട് ഒന്ന് മെൽട്ടായി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ട് മെൽട്ടാവാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കുക. പിന്നെ ഡാർക്ക് ബ്രൗൺ കളർ ആകാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ, അപ്പോൾ കഴിക്കാൻ കൊള്ളൂല. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാലാണ് കേട്ടോ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് പാല് ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പാല് ചേർക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും. അപ്പോൾ ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ അത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഒന്ന് മെൽട്ടായിട്ട് പാകത്തിന് അലിഞ്ഞ് വരും. എന്നിട്ട് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കളർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് പാലും പഞ്ചസാരയും അരിയും കൂടെ ചേർത്ത് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ മെൽട്ടായി വന്നിട്ടുണ്ട്. ഒരിച്ചിരി കട്ട പിടിച്ച പോലെ ഉണ്ട്, അത് കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഫുള്ള് മെൽട്ടായി വന്നോളും. ഇനി ഇതിലോട്ട് വീണ്ടും 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണ്. അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഈ ഒരു അരിയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതുപോലെ നന്നായി തിളച്ചതിന് ശേഷം ഇനി ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ മാത്രം വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ സമയം നോക്കിയിട്ട് തന്നെ വേവിച്ചെടുക്കുക. കൂടുതൽ വേവിച്ചെടുക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അരമണിക്കൂർ മാത്രം ഫ്ലെയിം നല്ലോണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ വിസിലൊന്നും മൂരണ്ട കേട്ടോ, വിസിലൊക്കെ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 15 മിനിറ്റോളം ഇതേപോലെ തന്നെ വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് തുറന്ന് നോക്കാനായിട്ട്. അപ്പോൾ അതുവരെ ഇതുപോലെ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്, പാല് പിരിഞ്ഞ് പോയിട്ടൊന്നുമില്ല. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അമ്പലപ്പുഴ പാൽപ്പായസം. ഇപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു കളർ കിട്ടിയിട്ടുമുണ്ട്, കാരമൽ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ, ഒരു ലൈറ്റ് ക്രീം കളറൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അരിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും കുറച്ച് തിക്കാകും. അപ്പോൾ എളുപ്പമാണ് ചെയ്യാനായിട്ട്, അധികം പണിയൊന്നുമില്ല. അതുപോലെ നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലട പായസമാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള പാലട പായസം മിക്സ് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതിയൊക്കെ. അതുപോലെ ഇതൊരു 300 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പഞ്ചസാരയും കൂടെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫുൾ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ പകുതി ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഈ ഒരു അളവിൽ അരക്കപ്പ് പഞ്ചസാര മാത്രം മതി. പിന്നെ ഓൾറെഡി ആ ഒരു പായസം മിക്സിൽ പഞ്ചസാര ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഡയറക്റ്റ് പാലും അടയും കൂടെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സമയത്തൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെക്കുക. അപ്പോൾ നല്ലോണം ഡാർക്ക് ബ്രൗൺ കളറാകാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് തന്നെ ചേർത്ത് കൊടുക്കാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് ഇത് മെൽട്ടായി കിട്ടും. ആദ്യം ഇങ്ങനെ കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തിളച്ച് വരുമ്പോഴേക്കും ഇത് മെൽട്ടായി വന്നോളും. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ലിറ്റർ പാലാണ്. അപ്പോൾ 1 ലിറ്റർ പാല് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ പാല് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതിൽ തന്നെ പഞ്ചസാര ഉണ്ട്. അപ്പോൾ ആദ്യം കാരമൽ ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു സമയത്ത് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ടൊരു നുള്ളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നല്ലോണം ഒന്ന് തിളപ്പിക്കുക കേട്ടോ. നന്നായി തിളക്കുമ്പോൾ മൂടി വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറോളം ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് 1 മണിക്കൂർ ആകുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് 1 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ 1 മണിക്കൂറോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. അങ്ങനെ ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല. ഇടയ്ക്ക് വേണമെങ്കിൽ 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ പാലട പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്